80കൾ വരെ മഹീന്ദ്ര യാത്രാ വാഹന വിഭാഗത്തിൽ പ്രധാനമായും ജീപ്പ്, വില്ലീസ് കമ്പനിയുടെ ജീപ്പ് എന്ന മോഡലാണ് അവർ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അത് പല തരത്തിൽ സോഫ്റ്റ് ബോഡിയുള്ള ജീപ്പുകളായിരുന്നു. റെക്സിൻ കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന തുണി കൊണ്ടുള്ള ടോപ്പുള്ള, ക്യാൻവാസ് ടോപ്പുള്ള മോഡലുകളായിരുന്നു അധികവും നിർമ്മിച്ചിരുന്നത്. അത് കൂടാതെ ആ സമയത്ത് അവർ ജീപ്പിൻ്റെ തന്നെ മറ്റ് മോഡലുകളായിട്ടുള്ള ജീപ്പിൻ്റെ ചെറിയ വാനുകൾ, ഇത്തരം വാഹനങ്ങളൊക്കെ അവർ നിർമ്മിച്ചിരുന്നു. അതിൽ നിന്ന് 1980കളിലാണ് മഹീന്ദ്ര വലിയ തോതിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ അവരുടെ വാഹന ശ്രേണിയിലേക്ക് കൊണ്ടുവരുന്നത്. 80കൾ വരെ ഈ ജീപ്പിൽ വില്ലീസിൻ്റെ മോഡലുകൾ സ്വന്തമായി ഉൽപ്പാദിച്ചിരുന്ന മഹീന്ദ്ര പിന്നീട് 80കളിൽ വലിയ ഒരു ഡൈവേഴ്സിഫിക്കേഷനാണ് ആരംഭിച്ചത്. പ്രധാനമായും ട്രാക്ടറുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. യഥാർത്ഥത്തിൽ മഹീന്ദ്ര നിർമ്മിച്ചിരിക്കുന്ന പാസഞ്ചർ വെഹിക്കിൾസിനേക്കാളും എത്രയോ ലക്ഷം കൂടുതലാണ് മഹീന്ദ്ര ട്രാക്ടറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 10 മോഡൽ ട്രാക്ടറുകളോളം മഹീന്ദ്ര നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം 25 ലക്ഷത്തോളം യൂണിറ്റ് ട്രാക്ടറുകൾ അവർ വിദേശത്തേക്ക് തന്നെ കയറ്റി അയച്ചിട്ടുണ്ട്. 100ഓളം രാജ്യങ്ങളിലേക്ക് മഹീന്ദ്ര ട്രാക്ടറുകൾ ഇന്നും കയറ്റി അയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൗത്ത് അമേരിക്ക, അതുപോലെ തന്നെ ഈസ്റ്റ് യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ധാരാളമായിട്ട് ഇപ്പോഴും മഹീന്ദ്രയുടെ ട്രാക്ടർ ഡിവിഷൻ ട്രാക്ടറുകൾ കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ്. അതായത് ഈ മഹീന്ദ്രയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാക്ടർ നിർമ്മാതാക്കൾ എന്നുള്ളത്. അവർ തന്നെ പല മോഡലുകൾ, ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുള്ളത്, ടില്ലറുകൾ, അതുപോലെ തന്നെ ഈ ട്രാക്ടറുകൾ, ഇവയെല്ലാം തന്നെ ലോകത്തിലെ 100ഓളം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു വാഹന നിർമ്മാതാവാണ് മഹീന്ദ്ര. അതേസമയം 80കളിൽ അവർ ഈ വാഹനത്തിൻ്റെ ശൈലികളൊന്ന് മാറ്റി തുടങ്ങി. 80കളിലാണ് അർമേഡ എന്ന പേരിൽ ഒരു ജീപ്പിൻ്റെ തന്നെ അതേ എഞ്ചിനും അതേ ഇന്നർ പാർട്സ് എല്ലാം അതിലുള്ള തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓഫ് റോഡറായിട്ടുള്ള ഒരു ഹാർഡ് ബോഡി, ഇന്നത്തെ താറിൻ്റെ ഒക്കെ പഴയ രൂപം, ഇന്നത്തെ സ്കോർപിയോയുടെയും താറിൻ്റെ ഒക്കെ ഒരു പഴയ രൂപമായിട്ട് അർമേഡ എന്ന പേരിൽ ഒരു വാഹനം അവരിറക്കുന്നത്. അത് ദൂരദേശങ്ങളിലേക്ക്, അതുപോലെ മലമ്പ്രദേശങ്ങളിലേക്ക് ഒക്കെ യാത്ര നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളായിരുന്നു. ആ വാഹനം തികച്ചും സേഫായിട്ടുള്ളൊരു വാഹനമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ സേഫ്റ്റി നോംസൊക്കെ ഇന്ത്യയിൽ വരുന്നതിന് നമ്മളിപ്പോൾ വരികയും അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ വളരെ ശക്തമായ ബോഡിയോട് കൂടിയിട്ടുള്ള അപകടങ്ങൾ നേരിടാൻ വളരെയധികം കെൽപ്പുള്ള വാഹനങ്ങളായിരുന്നു മഹീന്ദ്ര നിർമ്മിച്ചിരുന്നത്. അവരുടെ തന്നെ സ്റ്റീലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് വളരെ ശക്തമായ വാഹനങ്ങളായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസ് വളരെ കൂടുതലായിരുന്നു. അത് അങ്ങനെ ഈ അർമേഡ എന്ന വാഹനം MT വാസുദേവൻ തന്നെ ഒരു ദിവസം ഒരു ഓർമ്മയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഈ അർമേഡ ഒരു ജീപ്പ് വാങ്ങിയിരുന്നു. 80കളിൽ അദ്ദേഹം ഒരു ജീപ്പ് വാങ്ങിയിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഹിമാലയം വരെ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഈ വാഹനം അദ്ദേഹം വാങ്ങുന്നത്. പക്ഷേ ആ നടക്കാതെ പോയ ഹിമാലയൻ യാത്രയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അത് നീട്ടിവെച്ചു പോവുകയും പിന്നീട് അത് സാധിക്കാതിരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ അർമേഡ എന്ന വാഹനം അക്കാലത്ത് നമുക്ക് ദൂരയാത്രകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് അവർ നിർമ്മിച്ചിരുന്നത്. അർമേഡയാണ് ഇതിൻ്റെ ഒരു പുതിയ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളിലേക്ക് മഹീന്ദ്രയെ നയിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ MM540 എന്നൊരു വാഹനം ഉണ്ടാക്കുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 540 സീരീസ്. അത് 540 ഉണ്ട്, 550 ഉണ്ട്. അപ്പോൾ അത് കുറെ കൂടി വലിയ ഒരു വാഹനമായിരുന്നു. അത് ഉപയോഗിച്ചിരുന്ന എൻജിൻ പ്യൂഷോയിൽ നിന്നാണ് അവർ വാങ്ങിയിരുന്നത്. പ്യൂഷോയുടെ
എഞ്ചിനാണ് അതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അത് ആ കാലഘട്ടത്തിലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനായിരുന്നു. ആ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു, രണ്ടും ഉണ്ടായിരുന്നു, പെട്രോൾ ഉണ്ടായിരുന്നു, ഡീസൽ ഉണ്ടായിരുന്നു. ഈ അർമേഡയിലും ഒക്കെ കാലമ്പോഴത്തേക്ക് ഒരു 80കളാകുമ്പോഴത്തേക്ക് മഹീന്ദ്ര മിക്കവാറും ഡീസലിലേക്ക് മാറിയിരുന്നു. പെട്രോൾ എഞ്ചിൻസ് വളരെ കുറഞ്ഞിരുന്നു. മഹീന്ദ്രയുടെ എല്ലാം തന്നെ 2.2 CC 2200 CC വരെയുള്ള എഞ്ചിനുകളാണ്. 2200 CC, 2400, 2600 ഈ രീതിയിലുള്ള ഡീസൽ എഞ്ചിനുകളായിരുന്നു മഹീന്ദ്രയുടെ ഡീസൽ എഞ്ചിനുകൾ വളരെ ശക്തമായിരുന്നു. അതുപോലെ തന്നെ വളരെ സുരക്ഷിതമായിരുന്നു, വളരെ റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻസ് ആയിരുന്നു. സാധാരണ അതിന് എഞ്ചിന് വലിയ വർക്കൊന്നും വരാറില്ല. ലക്ഷക്കണക്കിന് കിലോമീറ്റർ 4-5 ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലും എഞ്ചിന് ഒരു കുഴപ്പമില്ലാത്ത എഞ്ചിനുകളായിരുന്നു മഹീന്ദ്ര നിർമ്മിച്ചിരുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും പഴയ വാഹനങ്ങൾ 80കളിലൊക്കെയുള്ള മഹീന്ദ്ര ഡീസൽ ജീപ്പുകളൊക്കെയാണ് ഇപ്പോഴും ഈ നമ്മുടെ മലമ്പ്രദേശങ്ങളിൽ ആർക്കും എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. അവിടേക്കൊക്കെയുള്ള ചില ആദിവാസി ഗ്രാമങ്ങളിലേക്കൊക്കെ, ഇപ്പോൾ ഇടമലക്കുടി എന്ന് പറയുന്ന ആദിവാസി ഗ്രാമത്തിലേക്കൊക്കെ ഇപ്പോഴും ഈ 80കളിലെ ജീപ്പുകളിലാണ്, മേജർ ജീപ്പിലും അതുപോലെ ഈ പറയുന്ന MM540 ഒക്കെയാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നതും ആളുകൾ പോകുന്നതുമൊക്കെ. അപ്പോൾ അത് വളരെ റിലയബിളായിട്ടുള്ള ഡീസൽ എഞ്ചിനുകൾ അവർ നിർമ്മിച്ചു തുടങ്ങി. പിന്നീട് ഒരു ഘട്ടത്തിൽ വരുമ്പോഴത്തേക്ക് പെട്രോൾ എഞ്ചിനുകൾ വളരെ കുറവായി. മിക്കവാറും വാഹനങ്ങളെല്ലാം തന്നെ മഹീന്ദ്രയുടേത് ഡീസലിലാണ് ഓടിയിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് 80കളിൽ ഇപ്പോൾ ഈ പുതിയ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അവരാദ്യം തുടങ്ങുന്നത് ഈ പറയുന്ന അർമേഡ അതുപോലെ MM540 പുതിയ മോഡലുകളിലൂടെ അവർ കൂടുതൽ മോഡേണായിട്ടുള്ള വാഹനങ്ങൾ അവർ നിരത്തിലിറക്കി തുടങ്ങി. പഴയ ജീപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ മോഡേണായിട്ടുള്ള, കൂടുതൽ മോഡേൺ ഫെസിലിറ്റീസുള്ള, ഇപ്പോൾ പവർ സ്റ്റിയറിങ്ങും അതുപോലെ പവർ ബ്രേക്കും ഒക്കെയുള്ള പുതിയ മോഡലുകൾ അവർ രംഗത്തിറക്കി തുടങ്ങി. ഈ വാഹനങ്ങളെല്ലാം തന്നെ 4 വീൽ ഡ്രൈവ് ആയിരുന്നു. മിക്കവാറും എല്ലാം തന്നെ 4 വീൽ ഡ്രൈവറായിരുന്നു. ഈ ജീപ്പിൽ ഇപ്പോൾ മേജർ മുതലായതിൽ പല മോഡലും മാത്രമേ 2 വീൽ ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 2 വീൽ ഡ്രൈവ് പൊതുവേ കുറവാണ്. കാരണം ഹൈ റേഞ്ചിൽ ഉപയോഗിക്കാനുള്ളത് 4 വീൽ ഡ്രൈവ് തന്നെ വേണമായിരുന്നു. അങ്ങനെ 80കളിൽ പ്യൂഷോയുമായിട്ടുള്ള കൊളാബറേഷനിൽ ഇവർ MM540, MM550 തുടങ്ങിയ വാഹനങ്ങൾ നിരത്തിലിറക്കുകയും അതിനുശേഷം ആണ് ഇവർ മറ്റ് കമ്പനികളുമായിട്ട്, അതായത് കാർ നിർമ്മാണം അവർ ആരംഭിക്കുന്നത് ലോകത്തിലെ പ്രശസ്തമായ ഫ്രഞ്ച് നിർമ്മാണ കമ്പനിയായിട്ടുള്ള റിനോൾട്ടുമായിട്ടുള്ള കൊളാബറേഷനിലാണ് മഹീന്ദ്ര കാർ നിർമ്മാണം ആരംഭിക്കുന്നത്. അത് 80കളുടെ അവസാനത്തിലാണ് അവർ ഈ പ്രോജക്റ്റിലേക്ക് പോകുന്നത്. അത് 90കളുടെ പകുതിയിലാണ് നമുക്ക് റിനോൾട്ടും അതുപോലെ തന്നെ മഹീന്ദ്രയും ചേർന്നുകൊണ്ട് റിനോൾട്ട് ലോഗൻ എന്ന കാർ മഹീന്ദ്ര ലോഗൻ എന്ന പേരിൽ അവർ ഇവിടെ മാർക്കറ്റ് ചെയ്തു. അതായത് ആദ്യം അവർ റിനോൾട്ടിൻ്റെ കാർ തന്നെ അവർ മാർക്കറ്റ് ചെയ്തു, റിനോൾട്ട് ലോഗൻ എന്ന്. പിന്നീട് മഹീന്ദ്ര ലോഗൻ എന്ന പേരിൽ അവർ റിനോൾട്ടിൻ്റെ ഒരു മിഡ് സൈസ് പാസഞ്ചർ കാർ അവർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. ആ കാർ ആ കാലത്തുള്ള വന്നിട്ടുള്ള ഈ മിഡ് സൈസ് സെഡാനുകളിൽ അത്യാവശ്യം നല്ല സ്പേസും അതുപോലെ തന്നെ റിലയബിളും ഒക്കെ ആയിട്ടൊരു വാഹനമായിരുന്നു. പക്ഷേ ഇന്ത്യയിലെന്തോ അത് വലിയ തോതിൽ മാർക്കറ്റ് ചെയ്യാൻ മഹീന്ദ്രക്കായില്ല. ഈ ഈസ്റ്റ് യൂറോപ്പിലൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടിരുന്ന വാഹനങ്ങൾ, 2000കളിലൊക്കെ ഇഷ്ടംപോലെ മാർക്കറ്റ് ചെയ്യപ്പെട്ടിരുന്ന വാഹനമാണ് റിനോൾട്ട് ലോഗൻ. പക്ഷേ ഇന്ത്യയിൽ വന്നിട്ട് അവർക്ക് ആ മാർക്കറ്റിങ്ങിൽ അതിൽ പരാജയമായി. കാരണം അതിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ധാരാളം സ്പേഷ്യസ് ആയിരുന്നു, വലിയ ഡിക്കിയായിരുന്നു, അതുപോലെ തന്നെ അകത്തൊക്കെ 5 പേർക്ക് സുഖമായിരുന്നു യാത്ര ചെയ്യാൻ പറ്റും, അതുപോലെ നല്ല എഞ്ചിനായിരുന്നു. പക്ഷെ അതിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ മോഡൽ കുറച്ചുകൂടി പഴയതായിരുന്നു. ആ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ ഹുണ്ടായും അതുപോലെ തന്നെ മാരുതിയും ഒക്കെ വളരെ ക്യൂട്ടായിട്ടുള്ള മോഡലുകൾ, വളരെ ഭംഗിയുള്ള മോഡലുകൾ ഇറക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റിനോൾട്ട് ലോഗൻ കുറച്ചുകൂടി ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മോഡലായിരുന്നു. ആ മോഡലിൻ്റെ ഭംഗിക്കുറവ് ഒരു കാരണമായിരുന്നു. പക്ഷേ അതേസമയം ടാക്സി സെഗ്മെൻറ്റിൽ അത് ധാരാളം വിറ്റുപോയിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കുഴപ്പം അതിനുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത്, അതിൻ്റെ ഈ പറയുന്ന ഇലക്ട്രോണിക് പാർട്ടുകൾ, ചില എഞ്ചിനകത്തുള്ള ഇലക്ട്രോണിക് സിസ്റ്റം അത്യാവശ്യം ഇടയ്ക്ക് കുഴപ്പമാവുന്ന രീതിയിലുള്ളതായിരുന്നു
ആ ഒരു കാരണവും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും റിനോൾട്ട് ലോഗൻ അവർക്ക് ദീർഘകാലം മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീടത് വെരിറ്റോ എന്ന പേരിൽ വീണ്ടും അത് മഹീന്ദ്ര സ്വന്തമായി തന്നെ അത് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ആ മോഡലും അധികമൊന്നും പോപ്പുലറായില്ല. പക്ഷെ ഇന്നിപ്പോൾ അവർ എന്ത് ചെയ്തു, ഈ വെരിറ്റോയുടെ ഇലക്ട്രിക് വേർഷൻ അവർ മഹീന്ദ്ര ഇറക്കുന്നുണ്ട്. ഇലക്ട്രിക് വേർഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. മറ്റു പെട്രോൾ ഡീസൽ വേർഷൻസ് അവർ നിർത്തി. അതേസമയം ഇന്ത്യയിൽ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്നതിൽ ആദ്യമായിട്ട് തുനിഞ്ഞിറങ്ങിയത് മഹീന്ദ്രയാണ്. മഹീന്ദ്ര റേവ എന്ന് പറഞ്ഞ കമ്പനി അവർ എടുക്കുകയും അങ്ങനെ റേവയുടെ ചെറിയ കാറുകൾ അവർ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മഹീന്ദ്ര ഈ ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനിയാണ്. അതിന് പുറമെ ഈ വെരിറ്റോ ഒക്കെ ഇലക്ട്രിക് മോഡലായിട്ട് ഇവരിറക്കുന്നുണ്ട്. ഇപ്പോൾ XUV 400 എന്ന് പറഞ്ഞിട്ട് ഒരു വാഹനം അവർ ഇലക്ട്രിക് വാഹനമായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അത് അത്യാവശ്യം മാർക്കറ്റിൽ നന്നായിട്ട് പോകുന്ന വാഹനമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ 80കളിൽ ഈ മോഡേണൈസേഷൻ തുടങ്ങിയതിന് ശേഷം അവർ പാസഞ്ചർ കാർ സെഗ്മെൻറ്റിൽ വരുന്നത് ഈ പറയുന്ന നമ്മുടെ ഈ ലോഗനുമായിട്ടാണ്. ലോഗനുമായിട്ടുള്ള വരവിൽ അവർക്ക് അത് ലോഗൻ വേണ്ടത്ര രീതിയിൽ വിറ്റഴിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ അത് വെരിറ്റോ എന്ന് പറയുന്ന വാഹനം ഇപ്പോൾ ഇലക്ട്രിക് കാറായിട്ട് ഇപ്പോഴവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്.